നിത്യജീവിതത്തിലെ കാര്യങ്ങൾ പോലും പലപ്പോഴും മറന്നു പോകുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഇന്നേവരെയുള്ള കണ്ടെത്തിയിട്ടുള്ള 118 മൂലകങ്ങളെയും അവയുടെ സിംബൽ നോക്കി തിരിച്ചറിയുന്ന ഒരു 5 വയസ്സുകാരനുണ്ട് മലപ്പുറം ജില്ലയിൽ. ആരുഷ് രുത്തിച്ച് എന്ന മിടുക്കന്റെ വിശേഷങ്ങളിലേക്ക്. 1869 മനുഷ്യൻ അന്നേവരെ കണ്ടെത്തിയിട്ടുള്ള 63 മൂലകങ്ങളെ അവയുടെ ആറ്റോമിക ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് റഷ്യൻ രസതന്ത്രശാസ്ത്രജ്ഞനായ ദിമിത്രി മെൻഡലീഫ് പട്ടിക രൂപീകരിച്ചത്. പീരിയോഡിക് ടേബിൾ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പട്ടികയിൽ ഇന്ന് 118 മൂലകങ്ങളുണ്ട്. ആറ്റോമിക ഭാരം 1 ഹൈഡ്രജൻ മുതൽ ഭാരം 118 ഓർഗനസൺ വരെ. ഈ 118 മൂലകങ്ങളെയും അവയുടെ സിംബൽ നോക്കി തിരിച്ചറിഞ്ഞ് പേര് വിളിക്കാൻ കഴിയുന്ന മിടുക്കനാണ് 5 വയസ്സുകാരനായ ആരുഷ്. മലപ്പുറം പന്താവൂരിലെ സംസ്കൃതി സ്കൂളിലെ UKG വിദ്യാർത്ഥിയാണ് ആരുഷ്. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫർ, സൾഫർ, ക്ലോറിൻ, ആർഗൺ, പൊട്ടാസ്യം, കാൽസ്യം. കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള ആരുഷിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ് വേണ്ട പ്രോത്സാഹനം നൽകിയത് അധ്യാപികയായ ഷാലിയാണ്. ഇത് അവൻ എവിടെ നിന്ന് ചോദിച്ചു, ഓർഡറായിട്ടൊന്നുമല്ല, അവൻ എവിടെ ടച്ച് ചെയ്ത് ചോദിച്ചാലും അവൻ കറക്റ്റായിട്ട് പറഞ്ഞു തരും. പിന്നെ ഇത് ഡെയിലി അവൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറയും, മിസ്സേ ഇന്ന് പഠിക്കേണ്ട പീരിയോഡ് ടേബിൾ എന്ന് പറഞ്ഞിട്ട് എന്നും അവൻ റിവിഷൻ ചെയ്യാൻ ഇഷ്ടം ആൾക്ക്. അപ്പോൾ ഡെയിലി വന്നു കഴിഞ്ഞാൽ ആൾ എന്ത് ചെയ്യും, ഇത് എടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരിക ചെയ്യുക. എന്നിട്ട് അവൻ ഒറ്റയ്ക്ക് തനിച്ച് ഈ 80 എലമെന്റ്സും പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ പിന്നെ ബാക്കി വർക്കിന് പോകാറുള്ളൂ. അത് ഡെയിലി റുട്ടീനായി മാറി അവൻ. മൂലകങ്ങൾ മാത്രമല്ല, വിവിധ ഭൂഖണ്ഡങ്ങളെയും രാജ്യങ്ങളെയും അവയുടെ പതാകയും എല്ലാം തിരിച്ചറിയാൻ ആരുഷിനാകും. വ്യക്തികളുടെ നൈപുണ്യ വികസനം ഉച്ചസ്ഥായിയിലെത്തുന്നത് 6 വയസ്സിന് മുൻപാണെന്ന തിരിച്ചറിവിൽ വിദ്യാലയത്തിൽ നടത്തുന്ന പ്രത്യേക പരിശീലനമാണ് ആരുഷിൻ്റെ നേട്ടത്തിനു പിറകിൽ. അമൃത ന്യൂസ്, മലപ്പുറം.